നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ചെന്താമര ജയിലിലായി. മനസ്താപമില്ലാത്ത കുറ്റവാളിയാണെന്നും കൊലപാതകം കൃത്യമായി നടപ്പിലാക്കിയതിന്റെ സന്തോഷമുണ്ടെന്നും ഉൾപ്പെടെ രേഖപ്പെടുത്തിയ റിമാൻഡ് റിപ്പോർട്ടും 100 വർഷം തടവിലിട്ടോളെന്ന് ചെന്താമരയുടെ കോടതിയിലെ വർത്തമാനവുമെല്ലാം തലക്കെട്ടുകളായി. എന്നിട്ടും നെന്മാറ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കൊലപാതകത്തിന് പിന്നാലെ നടന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ പേരിൽ നാട്ടുകാരുടെ പേരിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. അതാണ് കാരണം. കണ്ടാൽ അറിയുന്ന 14 പേർക്കെതിരെയാണ് പൊതുമുതൽ നശിപ്പിച്ചെന്നും പോലീസ് സ്റ്റേഷന്റെ ഗേറ്റും കവാടം തകർത്തതിന് കേസെടുത്തിരിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്ക് പറ്റിയെന്നും സ്റ്റേഷനിൽ 10,000 രൂപയുടെ നഷ്ടമുണ്ടായെന്നും പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നുമൊക്കെയാണ് FIR-ൽ പറയുന്നത്. ചെന്താമര ഭീഷണിയാണെന്നും പ്രശ്നക്കാരനാണെന്നും ജാമ്യവ്യവസ്ഥ തെറ്റിച്ചെന്നും ഒക്കെ അറിയിച്ചിട്ടും കരുതൽ നടപടിയെടുക്കാതെ പോലീസ് നാട്ടുകാരുടെ പേരിൽ കേസെടുത്തതിലാണ് പ്രതിഷേധം. എന്തിനാണ് ഈ കേസെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളും ചോദിക്കുന്നു. കേസിന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നും സുധാകരന്റെ മക്കളായ അഖിലയും അതുല്യയും ആവശ്യപ്പെടുന്നു. ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയും നഷ്ടപ്പെട്ട അഖിലയും അതുല്യയും പറയുന്നു. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയാൽ ചെന്താമര ഒരു പ്രദേശത്തിനാകെ മുഴുവൻ ഭീഷണിയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഫെബ്രുവരി 12 വരെ റിമാൻഡ് ചെയ്ത ചെന്താമരയെ ആലത്തൂർ സബ് ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. 2 മാസം മുമ്പ് ജാമ്യത്തിലിറങ്ങിയ ചെന്താമര അയൽവാസിയായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയിരുന്നു. 2019 വൈരാഗ്യത്തിന്റെ ആസ്പദമായ സംഭവം. ചെന്താമരയുമായി ഭാര്യ തെറ്റിപ്പിരിഞ്ഞിരുന്നു. അതിന് കാരണമെന്ന് കരുതിയ സജിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇയാൾ ആദ്യം ജയിലിലായത്. ജാമ്യത്തിലിറങ്ങിയ ശേഷം സജിതയുടെ ഭർത്താവായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയും കൊലപ്പെടുത്തിയിരുന്നു.